ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്നത്തെ ദിവസം നടന്നത്. ഏകദേശം 12 വർഷത്തിലൊരിക്കലാണ് ഈ പുണ്യകർമ്മം നടന്നു വരുന്നത്. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് കൗടിങ്ങാനാണ്. അത് ഈ പറയുന്ന ഫോറസ്റ്റിലാണ് സ്ഥിതി. നമ്മുടെ അടൂറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫോറസ്റ്റിലാണ് മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകുന്നത് ഈ ഭക്തജനങ്ങളെല്ലാം വ്രതമെടുത്താണ് പോകുന്നത്. ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി 41 ദിവസം വ്രതം എടുത്തായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ 12 ദിവസം വ്രതം എടുത്താണ് എല്ലാ ഭക്തജനങ്ങളും അതിരാവിലെ 3 മണിക്കാണ് ഇന്ന് ആ പുണ്യസ്ഥലം സന്ദർശിച്ചിട്ടുള്ളത്. പുണ്യസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്ത്രി വരിയർ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഈ ഭക്ഷണശാലയാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാലയാണ് ക്ഷേത്ര സമിതി ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ളത്. രാവിലെ ആണെങ്കിൽ ഭക്ഷണം, ഉച്ചയ്ക്കാണെങ്കിൽ ഭക്ഷണം, അതുപോലെ തന്നെ അന്നദാനമായിട്ടാണ് നമ്മളിവിടെ സേവ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ രാത്രിയും അന്നദാനം ഉണ്ടായിരിക്കും. അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സർവീസ് ചെയ്യാനുള്ള സേവനം, അതായത് വോളണ്ടിയർ ഡ്യൂട്ടി ചെയ്യാനുള്ള ഒരു അവസരമാണ് പ്രദേശത്തെ അമ്പല കമ്മിറ്റി നമ്മൾ നൽകിയിട്ടുള്ളത്. ഈ അമ്പല കമ്മിറ്റിയുടെ പ്രത്യേകം ഒരു വോളണ്ടിയർ കമ്മിറ്റി ഉണ്ട്. വോളണ്ടിയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്ര നല്ല രൂപത്തിൽ ഒരു സർവീസ് നൽകിയിട്ടുള്ളത്. എല്ലാ ഭക്തർക്കും, അതായത് സർവീസ് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാ ഭക്തർക്കും എല്ലാ മേഖലയിലും സർവീസ് ചെയ്യാനുള്ള അവസരം വോളണ്ടിയറായിട്ട് ചെയ്യും. അതായത് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ടീം ഇന്ന് വോളണ്ടിയർ ടീം ചെയ്തു കഴിഞ്ഞാൽ നാളെ അവർക്ക് ക്ലീനിങ് ഡ്യൂട്ടി ആയിരിക്കും, മറ്റന്നാൾ ട്രാഫിക് ഡ്യൂട്ടി ആയിരിക്കും. അത് ഒരു വ്യക്തിക്കും മനസ്സിന് വേദനിച്ചുകൊണ്ടുള്ള ഒരു സേവനം അവർക്ക് നൽകിയിട്ടില്ല. എല്ലാവരും സന്തോഷപൂർവ്വം ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പിയാണ് അവരെല്ലാം. നമ്മൾ കണ്ടെടുത്തും കേട്ടെടുത്തേക്കും നല്ല രീതിയിൽ വളരെ ഹാപ്പിയാണ് നമ്മളെ ഈ സർവീസ് ചെയ്യുന്ന നമ്മൾ വോളണ്ടിയേഴ്സ്. അതുപോലെ തന്നെ ഇന്ന് നടന്ന നമ്മൾ ഏകദേശം 10,000-ന് മുകളിൽ ആൾക്കാരാണ്. നമ്മൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഈ പറയുന്ന ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 മണി 12,000-ന് മുകളിൽ കടന്നു എന്നാണ് ചെറിയൊരു ലക്ഷണം. അപ്പോൾ ഇനിയും നമ്മൾ ക്യൂവിലാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ക്യൂവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പായസം, ലഡു അടക്കം എല്ലാം പായസമുണ്ട്. എല്ലാ നേരം 2 നേരം, അതും കൂടി ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിപ്പം സംസാരിക്കും, അതുകൂടി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടി തന്നെയാണ്. 2 നേരം പായസം, ഉച്ചയ്ക്കും പായസം ഉണ്ടാവും, രാത്രിക്കും പായസം ഉണ്ടാവും. രാത്രിയിൽ നമ്മൾ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും അരിപ്പായസമാണ് നൽകി വരുന്നത്. ബാക്കി എല്ലാ സമയത്തും നമ്മൾ നല്ല രൂപത്തിലുള്ളൊരു പായസം കൊടുത്തു വരുന്നുണ്ട്. അതുകൂടാതെ വൈകുന്നേരം കൂടി ചായയുണ്ട്. ഈ സർവീസ് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് അതുപോലെ തന്നെ ദൂരെ നിന്ന് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ക്ഷേത്രത്തിലേക്ക് സന്ദർശിക്കാനും അതുപോലെ ഭക്തിപൂർവ്വം വരുന്ന ഭക്തജനങ്ങൾ ഒരു നേരം പോലും ഭക്ഷണം ഇല്ലാതെ വലയാൻ വേണ്ടി പാടില്ല എന്ന ചിന്താഗതിയിൽ അതിരാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ ഭക്ഷണശാല ഓപ്പൺ ചെയ്യും. രാവിലെ ചായയുണ്ട്, പലഹാരമുണ്ട്. ഉച്ചയ്ക്ക് ഇന്നത്തെ ദിവസം നമ്മൾ 12 മണി വരെ പലഹാരം നൽകി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അതിനുശേഷമാണ് അന്നദാനം നൽകിയിട്ടുള്ളത്. നല്ല രൂപത്തിലുള്ള സഹകരണമാണ് പൊതുജനങ്ങളും അതുപോലെ തന്നെ നമ്മളെ ഭക്തജനങ്ങളും. ഇവിടുത്തെ വേറൊരു പ്രത്യേകം, നമ്മളിപ്പം സാധാരണയായിട്ട് ഉത്സവ പറമ്പുകളിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്ന് ചില പ്രശ്നങ്ങൾ, അത് എന്ത് എന്ന് ഞാൻ തെളിച്ച് പറയുന്നില്ല, ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. പോലീസ് പോലും യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഒരു സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും ഭക്തിപൂർവ്വവും നല്ല രൂപത്തിൽ സന്മനസ്സോടും ശാന്തിയോടും കൂടിയാണ് ഭക്തജനങ്ങൾ ക്ഷേത്രം സന്ദർശിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സമീപനം ഭക്തജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ ക്ഷേത്ര സമിതിക്ക് വേണ്ടി ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. എൻ്റെ പേര് ബാലകൃഷ്ണൻ മാഷ്, വീട് തൊട്ടടുത്താണ്. ഇന്ന് ഇവിടെ കൗടിങ്ങാന യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്സവമാണ് നടന്നത്. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇന്ന് വരെ വിവിധ കാര്യപരിപാടികളോടുകൂടി പരിപാടി നടന്നു വരികയാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭക്തജനങ്ങളുടെ പ്രവാഹമായിരുന്നു. ഏതാണ്ട് ഒരു 10,000 വരെ ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ വന്ന് എല്ലാ പരിപാടികളിലും പങ്കാളികളായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള 40-ഓളം പ്രാദേശിക സമിതികളാണ് ഇവിടെ മൊത്തം വോളണ്ടിയർമാരായിട്ടും എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത്. ഇതൊക്കെയാണ് ഇന്നത്തെ കുറിച്ച് പറയാനുള്ളത്.